ഇത് കണ്ടോ, ഞാനിപ്പോൾ ഈ പോളിൽ പിടിച്ചാൽ ഇത് എടുത്തിരിക്കുന്നത് പോട്ടുമായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഈ പോളിൻ്റെ സപ്പോർട്ട് കൊടുത്ത് ഇത് വളർത്തുന്നതുകൊണ്ട് ഈ ലീവ്സ് ഒക്കെ ഇത്രയും വലുതായിട്ട് വരും. കൂട്ടുകാരൊക്കെ ഇവിടെ വരുമ്പോൾ പറയുന്നത് നല്ല വീടിനകം നല്ല തണുപ്പാണ്, കാട്ടി വന്നൊരു ഫീലിംഗ് ആണ് ഉള്ളത്. ചിലർ കളിയാക്കിയും പറയാറുണ്ട് കാട് വീടെന്ന്. ഒരുപാട് വർഷമായിട്ട് കളക്ട് ചെയ്യുന്നതായി പ്ലാന്റ്സ് ഒക്കെ. എനിക്ക് ചെടികൾ കാണുമ്പോൾ നമുക്കൊരു ആക്രാന്തം എന്നൊക്കെ പറയില്ല, അതുപോലെ എനിക്ക് ഇത് പ്രൊപ്പഗേഷനായിട്ട് ഇപ്പം നമ്മൾ വെച്ചിരിക്കുകയാണ്. ഗോൾഡൻ കളറിലാണ് അതിൻ്റെ ലീവ്സ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൽ ചെറുത് വേണമെങ്കിൽ അവൈലബിൾ ആണ്. ഫൈബർ പോട്ടിലാണ് ഞങ്ങളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഫൈബർ പോട്ടിൽ വേണമെങ്കിൽ ആ വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വഹീദ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ നിന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പം എൻ്റെ സർവീസ് ജീവിതത്തിന് ശേഷം എനിക്ക് കുറച്ച് ചെടികളും ഇതെല്ലാം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന കളക്ഷൻസാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ വളർത്തി മറ്റുള്ളവരിലേക്കും കൂടെ എത്തത്തക്ക വിധത്തിൽ സെയിൽ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്, തമലം പൂജപ്പുര, അവിടെയാണ് എൻ്റെ വീട്. ഇതാ നമ്മുടെ ചെടി വീട്. ഒരുപാട് വെറൈറ്റീസ് ഞാൻ വർഷങ്ങളോളമായിട്ട് കളക്ട് ചെയ്ത എൻ്റെ പ്ലാന്റ്സാണ്. 4 വർഷവും ചെടികൾ തന്നെയാണ്, നടക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ട്രോപ്പിക്കൽ ലുക്കായിട്ട് വരുന്നതിനായിട്ട് ഞാൻ ആ വിധത്തിലുള്ള പ്ലാന്റ്സാണ് കളക്ട് ചെയ്ത് വരുന്നത്. പിന്നെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രൻ ആംബ്ലിസിമം വേരിഗേറ്റഡ് ആണ്. ഗ്രീൻ ആൻഡ് യെല്ലോ കളറിലാണ് ഇത് വരുന്നത്. ഇത് പോളിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്ര സ്റ്റഡി ആയിട്ടും ഇത്ര സ്ട്രോങ് ആയിട്ടും ഇത്ര വലിയ ലീവ്സ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇത് വെറും ഒരു ക്ലൈംബറായിട്ട് ചെറിയ ലീവ്സുമായിട്ട് പോകും. എപ്പോഴും ഈ ഫിലോഡെൻഡ്രൻസ്, ഈ ക്ലൈംബിങ് ഫിലോഡെൻഡ്രൻസിന് അതിന് ഒരു സപ്പോർട്ട് ഉണ്ടാവണം. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ഈ പോളെല്ലാം ചെയ്യുന്നത്. ഇത് ഒരുപാട് മെനക്കെട്ടിരുന്ന പുള്ളി ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ കൊക്കോപീറ്റ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് ഈ ഫിലോഡെൻഡ്രന് കിട്ടുമ്പോഴത്തേക്കും ഇതിന് ഈ വരുന്ന ലീവ്സൊക്കെ നല്ല ലാർജ് ലീവ്സായിട്ട് വലിയ വലിയ ഇലകളായിട്ട് ഭംഗിയായി വരും. അല്ലെങ്കിൽ അതിൻ്റെ ഇത്രയും ഒരു സ്ട്രെങ്ത് ഈ പ്ലാന്റിന് കിട്ടത്തില്ല. ഫിലോഡെൻഡ്രൻ പെഡാറ്റം എന്ന് പറയും. ഇത് വേറൊരു ക്ലൈംബറാണ്. ഇതും നമ്മൾ അതുപോലെ സപ്പോർട്ട് പോൾ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൊക്കോപീറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോൾസാണ്. ഇത് വർഷങ്ങളോളം ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇത് ഫിലോഡെൻഡ്രൻ ഓറഞ്ച് മാർമലേഡ് എന്ന് പറയും. ഇതിന് ഏകദേശം ഒരു 4 വർഷം പഴക്കമുള്ള പ്ലാന്റാണ്. ഇതും അതുപോലെ തന്നെ ഈ പോളിൽ കയറ്റുന്നതുകൊണ്ടാണ് ഇത് നല്ല സ്ട്രെങ്ത് ആയിട്ട്. ഓറഞ്ച് മാർമലേഡ് നമ്മൾ സാധാരണ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ലീവ്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇതിനൊക്കെ എപ്പോഴും ഇത് ക്ലൈംബേഴ്സ് ആയതുകൊണ്ട് ഇതിനൊരു സപ്പോർട്ട് ഉണ്ടാവണം. ഇങ്ങനെ ഈ പോള് വെച്ച് റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പോളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ഫിലോഡെൻഡ്രൻ ബ്രസീൽ എന്ന് പറയും. ഇലയുടെ അകത്തുകൂടെ ഒരു യെല്ലോ കളറിലുള്ള ഒരു ലൈൻ വരും. അത് ഫിലോഡെൻഡ്രൻ ബ്രസീൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടുതലും ആളുകൾ ഹാങ്ങിങ് ആയിട്ടൊക്കെയാണ് വളർത്തുന്നത്. നമ്മളിവിടെ ഈ പോളിൻ്റെ സപ്പോർട്ട് കൊടുത്ത് ഇത് വളർത്തുന്നതുകൊണ്ട് ഈ ലീവ്സൊക്കെ ഇത്രയും വലുതായിട്ട് വരും. മറ്റേ ചെറിയ ഹാങ്ങിങ് ആകുമ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ആകുമ്പോൾ ചെറിയ ലീവ്സ് ആയിരിക്കും. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിത് ഗ്ലാസ്സിൽ കൊക്കോപീറ്റ് ഫില്ല് ചെയ്ത് നമ്മളതിൽ വെച്ചിരിക്കുന്നത്. ഇത് റൂട്ടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വേറെ പ്ലാന്റ് ആക്കും. അപ്പം ഇതിൽ നിന്ന് തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ആ പ്ലാന്റ് വലുതായി. മറ്റേ നമ്മൾ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ ആണെങ്കിൽ പിന്നീട് ഒരുപാട് വർഷം എടുക്കും ഇത്രയും ഒരു ലെങ്തിലുള്ള പ്ലാന്റായി കിട്ടാനായിട്ട്. സാധാരണഗതിയിൽ നമ്മൾ ചെറിയ സീഡ്ലിങ്സ്, ടിഷ്യൂ കൾച്ചേർഡ് പ്ലാന്റ്സ് ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഈ ഫിലോഡെൻഡ്രൻസിൽ. അത് ഒരുപാട് ടൈം എടുത്ത് അത് വലുതാവുന്നത്. അതേസമയം നമ്മൾ ഈ ടോപ്പ് കട്ടിങ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിനെ നമ്മൾ നടുമ്പോഴത്തേക്കും അതൊരു 2 വർഷത്തിനുള്ളിൽ അത് വലിയൊരു പ്ലാന്റായിട്ട് വരും. ഇത് ഏകദേശം 2 വർഷമായി നമ്മൾ ഈ പോൾസ്. അപ്പം നമ്മൾ സാധാരണ നഴ്സറികളിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്ന പ്ലാന്റ്സ് കൂടുതലും ഈ കയറ് ചുറ്റിയതോ അല്ലെങ്കിൽ പുറത്തുകൂടെ ഒരു നെറ്റ് പോലെ ഇട്ടാൽ തരുന്നത്. അത് കുറച്ച് കഴിയുമ്പം അത് നശിച്ചു പോവുകയും ചെയ്യും, പ്ലാന്റ് താഴോട്ട് വീഴുകയും ചെയ്യും, ഒരു ശക്തിയില്ലാതെ. ഒരു ചെറിയ പോളിൽ നമ്മൾ ചെയ്തതാണ്. ഇത് സിൻറ്റാപ്സിസ് ട്യൂബുലൈ മൂൺലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഒരു സിൽവറി കളറാണ്. അതിൻ്റെ ഗ്രീൻ ലീവ്സ് വന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു സിൽവറി കളർ വരും. ഇതാകുമ്പോൾ നല്ല കോമ്പാക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു പിന്നെ ഡെസ്ക്ടോപ്പിലോ ഒക്കെ വയ്ക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ചെറിയ ഫോമിൽ ചെയ്തെടുക്കുന്ന ഈ പോളിൽ ചെയ്തെടുക്കുന്ന ഫിലോഡെൻഡ്രൻസ്. ഇത് ഫിലോഡെൻഡ്രൻ ഡാർക്ക് ലോഡ് എന്ന് പറയും. അതിൻ്റെ ലീവ്സൊക്കെ ഒരു ബർഗണ്ടി കളറാണ്. അതിൻ്റെ സ്റ്റെമ്മും ഒക്കെ അതേപോലെ തന്നെയാണ്, ഒരു ബർഗണ്ടി കളറാണ്. ഈ ഫിലോഡെൻഡ്രൻസിൽ കുറേ ക്വീനുകളും കിങ്ങും കുറേ മെജസ്റ്റികളും ഉണ്ട്. അതിൽ പെട്ട ഒരെണ്ണമാണ് ഇത്. പഴയ ഫിലോഡെൻഡ്രൻ ആണ്, പക്ഷേ ഭയങ്കര നല്ല വലിയ ലീഫായിട്ട് ഇത് വരും. ആ ബർഗണ്ടി ഷെയ്ഡിൽ ഇത് ഫസ്റ്റ് ഈ ലീഫ് വരുന്നത് കാണാൻ നല്ല രസമാണ്. ഫിലോഡെൻഡ്രൻ റിംഗ് ഓഫ് ഫയറാണ്. അത് ഒരു വേരിഗേറ്റഡ് ഫിലോഡെൻഡ്രൻ ആണ്.
ഇത് നമുക്ക് ചെറിയ പോളിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് പിന്നെ ടേബിൾ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, വെളിയിൽ നിന്ന് അകത്തേക്ക് വയ്ക്കാം. അങ്ങനെ പോർട്ടബിളായിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിഡ ബ്യൂട്ടി എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായി ഇത് ടോപ്പ് ഹെഡിങ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ മെയിൻ പ്ലാന്റ് വേറെയാണ്, പാരൻറ്റ് പ്ലാന്റ് നമുക്ക് വേറെ ഉണ്ട്. ഇത് ടോപ്പ് കട്ടിംഗ് ആണ്. അപ്പം ഇത് പെട്ടെന്ന് ഇനിയിപ്പം ഈ പോളിലോട്ട് പിടിച്ച് കയറിക്കോളൂ. മോൺസ്ട്ര ഡെലീസിയോസ എന്ന് പറഞ്ഞ മോൺസ്ട്രയാണ്. മോൺസ്ട്ര ഡെലീസിയോസയുടെ ഗ്രീനാണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് ഫോംസ് ഉണ്ട്. വെരിഗേറ്റഡ് ഭയങ്കര ഡിമാൻഡിലുള്ള ഒരു സാധനമാണ്. നമുക്കുണ്ട് മോൺസ്ട്ര ആൽബോ എന്ന് പറയുന്നത്. എന്നാലും ഈ ഗ്രീൻ വെറൈറ്റി തന്നെ ഭയങ്കര അതിന് തന്നെ നല്ലൊരു ഭംഗിയുള്ളതാണ്. വെരിഗേറ്റഡ് പ്ലാന്റ്സിനാണ് ഇപ്പം ഭയങ്കര ക്രേസെങ്കിലും ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റീസ് ഇപ്പോഴും ഡിമാൻഡിലാണ് ഈ മോൺസ്ട്ര ഡെലീസിയോസ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രെയിറ്റായിട്ട് ഭയങ്കര അപ്രൈറ്റായിട്ട് വളരുന്ന ഒരു മോൺസ്ട്രയാണ്. ഇത് മോൺസ്ട്ര അഡൻസോണിയ എന്ന് പറയും. എന്നെ ബ്രോക്കൺ ഹാർട്ട് എന്നും വിളിക്കാറുണ്ട്. ശരിക്കും ഇവിടെ എല്ലാവരും ഇതിൻ്റെ ചെറിയ ഫോമായിരിക്കും കൂടുതലും കണ്ടിട്ടുള്ളത്. ഇത് നമ്മൾ പോളിൽ കയറ്റി ഇത് ചെയ്തത് കാരണമാണ് ഇത് ഇത്ര വലിയ ലീഫ് വന്നതും. ശരിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ട് അതിശയിച്ചു പോയി. കാരണം ബ്രോക്കൺ ഹാർട്ട് സാധാരണ വളരെ ചെറിയ ലീഫുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്കിത് ഈ അഡൻസോണിയായി അത് ഫ്ലവർ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊരു ക്ഷീണമുണ്ട് ഈ പ്ലാന്റിന്. ഫിലോഡെൻഡ്രൻ ഹോസെ ബ്യൂണോ എന്ന് പറയും. ഇതിന് ആദ്യം ലീഫ് വരുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ ഈ സ്പെക്കിൾസ് പോലെ, ചിലപ്പോൾ സ്പെക്കിൾസ് പോലെ വൈറ്റ് സ്പെക്കിൾസ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഈ ലീഫ് തന്നെ ഇവിടെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഗ്രാജുവലി ഇത് യെല്ലോ ആവും, പിന്നെ ഗ്രീനിലോട്ട് പോവും. പുതിയ ലീഫ് വരുന്നതെല്ലാം ഒരു പകുതി വൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് പ്രൊപ്പഗേഷനായിട്ട് ഇപ്പം നമ്മൾ വെച്ചിരിക്കുകയാണ്. ഒരു 1 മന്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് റൂട്ട് വരും. പിന്നെ ഒരു 10 ദിവസവും കൂടെ കഴിയുമ്പോൾ നമ്മളിത് ആദ്യം ഹാഫ് കട്ട് ചെയ്യും, പിന്നീട് ഫുള്ള് കട്ട് ചെയ്ത് ഇതൊരു വലിയ പ്ലാന്റായിട്ട് മാറ്റും. എപ്പിപ്രിനം പിനാറ്റം എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് അതിൻ്റെ ഗ്രീൻ ലീവ്സ് വരുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനെ ഇൻഡോർ പ്ലാന്റായിട്ട് വെച്ചാലും ഒരുപാട് ദിവസം അത് നല്ല ഫ്രഷായിട്ടും, ഞാനിത് ഇൻഡോറിൽ വെച്ചപ്പോൾ ഇൻഡോറിൽ ഇത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. കാരണം വേറെ പ്രാണികളുടെ ഒന്നും അറ്റാക്ക് ഇല്ലാതെ 2-3 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ വേരിഗേറ്റഡ് വേർഷൻസ് ഒരുപാടുണ്ട്. ഇത് എപ്പിപ്രിനം പിനാറ്റം ആൽബോ എന്ന് പറയും. ഇതിൻ്റെ വൈറ്റ് ഫോമാണ്. ഇതിൻ്റെ തന്നെ ഗോൾഡൻ ഉണ്ട്. ഗോൾഡൻ നമ്മുടെ അവിടെ ഇപ്പോൾ പ്രൊപ്പഗേഷനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഫുൾ ലെങ്ത് പ്ലാന്റ് ഇപ്പോൾ ഇല്ല. ഇത് CC പ്ലാന്റിൻ്റെ ഒരു ഏരിയയാണ്. അതായത് ഇതിൽ ബ്ലാക്ക് CC ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇത് ബ്ലാക്ക് CC ആണ്. അതിൻ്റെ ഗ്രീൻ ലീവ്സ് ഗ്രാജുവലി അത് ബ്ലാക്കിലോട്ട് വരും. ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട, വലിയ വെള്ളമൊന്നും ഒഴിക്കേണ്ട. പക്ഷേ പലരും ഈ CC കൊണ്ടുപോയി നശിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട്. അത് ഒന്നുകിൽ ഓവർ വാട്ടറിങ് ആയിരിക്കും, അല്ലെങ്കിൽ വെയിൽ കൂടിയിട്ടായിരിക്കാം. ഇത് ഒരു മണി പ്ലാന്റ് വെറൈറ്റിയാണ്. ഇത് നമ്മളിങ്ങനെ പോളിക്കേറ്റി കൊണ്ടാൽ ഇത്ര ബിഗ് ലീവ്സായിട്ട് ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിയാണ്. ഇത് നല്ല രസമാണ് കാണാൻ. ലാനിയാറ്റ എന്ന് പറയും. നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ഫെനസ്ട്രേഷൻസ്, ഈ ഹോൾസ് പോലെ വരുന്നതാണ്. പക്ഷേ നമ്മളിപ്പം കണ്ടോ ഈ പോളിൽ നിന്ന് ഇത് മാറിക്കിടക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫൊന്നും വലുതാവാത്തതും ആ ഫെനസ്ട്രേഷനൊന്നും പെട്ടെന്ന് വരാത്തത്. അതേസമയം പോളിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് അത് നേരെ പോവുകയാണെങ്കിൽ ഈ ലീവ്സൊക്കെ ഇതിനേക്കാൾ ഒരുപാട് വലുതാവുകയും അതിൽ ഈ ഫെനസ്ട്രേഷൻസ് നേരത്തെ വരികയും ചെയ്യും. ഫിലോഡെൻഡ്രൻ വെറൈറ്റിയിൽ ക്രോളേഴ്സാണ്. ഇതിങ്ങനെ ക്രോൾ ചെയ്താണ് പോകുന്നത്. ഇങ്ങനെ മറ്റേ മുകളിലോട്ടല്ല പോകുന്നത്. ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത്. ഇത് ഫിലോഡെൻഡ്രൻ പിന്നെ SP കൊളംബിയ എന്ന് പറയും. പിന്നെ ഇത് പ്ലവ്മണി. പിന്നെ ഇത് അതുപോലെ തന്നെ ഗ്ലോറിയോസം സീബ്ര എന്ന് പറയും. നന്നായി വരുന്ന പ്ലാന്റ്സ്. നമുക്ക് കുറച്ച് സൺലൈറ്റൊക്കെ കൊണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രശ്നമൊന്നും വരാത്തൊരു പ്ലാന്റാണ്. ഇത് അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ ആണ്. ഇത് ബ്ലാക്ക് വെൽവെറ്റ്. അലോക്കേഷ്യയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ചെറിയ അലോക്കേഷ്യകളാണ് ഇതെല്ലാം. ആന്തൂറിയം ക്രിസ്റ്റാലിനം ഡാർക്ക് ഫോം എന്ന് പറയും. ഇത് ഫിലോഡെൻഡ്രൻ സോഡറോയ് എന്ന് പറയും. അതൊരു സിൽവർ കളറിൽ വരും. അത് മെച്യൂറായി വരുന്നതേ ഉള്ളൂ ഈ പ്ലാന്റ്. ഇത് ഫിഡിലി ഫിഗ് ആണ്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ടും വെക്കാം. പക്ഷേ ഇൻഡോർ പ്ലാന്റിൽ വെക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് കൃത്യമായിട്ടുള്ള വെള്ളവും ഒരു ചെറിയ സൂര്യപ്രകാശവും അതിൽ കിട്ടണം. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സിനും അത് തന്നെയാണ്. ഏർലി മോർണിംഗ് സൺലൈറ്റ്, ഒരു അരിച്ചിറങ്ങുന്ന ഒരു വെളിച്ചമെങ്കിലും ഇതിന് കിട്ടിയാലേ ഈ ലീവ്സൊക്കെ ഇത്രയും വലുതായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഇത് വെളിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്ര നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇൻഡോറും ഇത് നിൽക്കും, പക്ഷേ
വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് അലോക്കേഷ്യ പിങ്ക് ഡ്രാഗൺ ആണ്. അതിൻ്റെ സ്റ്റെംസ് പിങ്ക് കളറാണ്. അതാണ് അലോക്കേഷ്യ പിങ്ക് ഡ്രാഗൺ എന്ന് പറയുന്നത്. ഇത് ഒരു സെൽഫ് ഹെഡിങ് ഫിലോഡെൻഡ്രൺ ആണ്. ഇതിൻ്റെ പേര് റോഹോ കോങ്കോ എന്ന് വെച്ചാൽ റെഡ് കോങ്കോ എന്നാണ്. അതിൻ്റെ തണ്ടുകളെല്ലാം ഒരു ബർഗണ്ടി കളറാണ്. പിന്നെ നല്ല വലിയ കെയറൊന്നും വേണ്ടാത്ത നന്നായി വളരുന്ന ഒരു പ്ലാന്റാണത്. മോൺസ്ട്രയുടെ തായ് കോൺസ്റ്റലേഷനാണ്. അത് ഇങ്ങനെ ഈ വൈറ്റ് സ്പെക്കിൾസ് പോലെ ഈ ലീഫിൽ കാണും. മറ്റേ മോൺസ്ട്ര ആൽബോയുടെ പോലെ തന്നെ വേറൊരു വെരിഗേറ്റഡ് ഫോമാണിത്. മോൺസ്ട്രയിലെ ഓറിയയാണ്. നമ്മുടെ ആൽബോ പോലെ ഇത് ഗ്രീനും ഗോൾഡും ഷെയ്ഡ് വരുന്ന മോൺസ്ട്രയാണ്. അത് വലുതായി വരുന്നതേ ഉള്ളൂ. അതൊക്കെ കുറച്ച് റെയർ വെറൈറ്റീസാണ്. ഇത് ഫിലോഡെൻഡ്രൻ മാമേ എന്ന് പറയും. അതിൻ്റെ ഒരു ഗ്രീൻ ഇതിൽ സിൽവർ ലീവ്സ്. ഒരു ക്രോളിങ് ടൈപ്പാണ്. പക്ഷേ ഞങ്ങളിതിപ്പം പോളിൽ കയറ്റി അത് സ്ട്രെയിറ്റ് ആയിട്ട് അതിൻ്റെ ലീവ്സ് വെക്കുകയാണ്. അപ്പം അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നു വരും. ഇത് ബ്ലാക്ക് കൊളക്കേഷ്യയാണ്. ഈ കൊളക്കേഷ്യ പ്ലാന്റ്സൊക്കെ നമ്മളിപ്പോൾ ഒരു സ്വിമ്മിങ് പൂള് അല്ലെങ്കിൽ പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റ്സാണ് നമുക്ക്. പിന്നെ അങ്ങനത്തെ ഒരു സെറ്റിംഗ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പോട്ട്സിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. വൈറ്റ് ലാവ എന്ന് പറയും ഈ കൊളക്കേഷ്യ. ഹോമലോമിന എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് വേർഷനാണ്. ഫിലോഡെൻഡ്രൻ്റെ മെലനോഡി ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ വളർത്തി വരുന്നതാണ്. അതാണ് ഈ ലീവ്സ് ഇത്ര ഹ്യൂജ് സൈസായിട്ട് വരുന്നത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ. ക്ലൈംബിംഗ് ബിഗോണിയാണ്. നമ്മൾ പോളിൽ കയറ്റി സ്ട്രെയിറ്റ് ചെയ്തൊരു റിബൺ പോലെ, ഇങ്ങനെ ഒരു പിങ്ക് റിബൺ പോലെയാണ് അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വരുന്നത്. ചൈന ഡോൾ പ്ലാന്റ് ആണ്. പ്ലാസ്റ്റിക് ലുക്കാണ് അതിൻ്റെ ലീവ്സ് എല്ലാം. വലിയ കെയർ ഒന്നും വേണ്ട. കുറച്ചൊരു ഷെയ്ഡി ഏരിയയിൽ വെച്ചാൽ മതി. വേരിഗേറ്റഡ് പീസ് ലില്ലിയാണ്. പിന്നെ നമുക്ക് അകത്തുമൊക്കെ വെക്കാം. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം അകത്ത് വെച്ചിരുന്ന ഫ്ലവർ അതുപോലെ ഇരിക്കും. പിന്നെ കുറച്ച് വെളിയിൽ സൺലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്താൽ വേരിഗേഷൻ, ലീവ്സിലെ വേരിഗേഷൻ നന്നായിട്ട് വരത്തുള്ളൂ. ഫിലോഡെൻഡ്രൻ പിങ്ക് പ്രിൻസസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പിങ്ക് ലീഫ് വരും. ഈ പിങ്ക് ലീഫ് പിന്നെ മാറി ഈ ഒരു ഷെയ്ഡിലേക്ക് വരും. പിന്നെ അത് ഗ്രീൻ ലീഫായിട്ട് മാറും. പലരും പറയുന്നത് പിങ്ക് പ്രിൻസസ് ആദ്യം വരുന്ന ആ പിങ്ക് ലീഫ് പിന്നീട് വരുന്നില്ല എന്നാണ്. പക്ഷെ അത് മെച്യൂറായി വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഈ പിങ്ക് കളറിൽ നല്ല ലീഫ് വരും. വൈറ്റ് പ്രിൻസസ് ആണ്. നമ്മുടെ പിങ്ക് പ്രിൻസസിൻ്റെ വൈറ്റ് കളറിലുള്ളത്. ഇതിൽ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രൈ കളർ വൈറ്റ് പ്രിൻസസ് ആണ്. ഇടയ്ക്ക് ഇതിൽ പിങ്ക് ലീഫ്, ലൈറ്റ് പിങ്ക് ലീഫ് വന്നായിരുന്നു. ഇപ്പം അത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ വാട്ടം അതിനുണ്ട്. ഹോമലോമിന എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഗ്രീൻ കളർ ഫോമാണിത്. ഫിലോഡെൻഡ്രൻ പെറു വേരിഗേറ്റഡ് ഫോമാണിത്. ഫിലോഡെൻഡ്രൻ പെറു ആണ്. അതിൻ്റെ ഗ്രീൻ ഫോമാണ്. അലോക്കേഷ്യ ലോട്ടർബെച്ചിയാന എന്ന് പറഞ്ഞ പ്ലാന്റാണിത്. അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രൻ സ്കെലിറ്റൽ കീ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു സ്കെലിറ്റൽ ഇത് അപ്പിയറൻസ് വരുന്ന സ്കെലിറ്റൽ. ഇത് വളരും തോറും ഇതിൻ്റെ ലീഫ് കുറച്ച് ബ്രോഡൻ ചെയ്യും. അതിൻ്റെ ആ നീണ്ടിരിക്കുന്ന ടിപ്പ് കുറച്ച് ഷോർട്ടായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത്. നമ്മുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വരുന്നത്. വീടിൻ്റെ വലതുവശമാണ് ഇത്. എൻ്റെ ബേർഡ്നെസ് ഫേൺ, അത് എനിക്ക് തോന്നുന്നു ഏകദേശം 20 വർഷമായി കാണും ബേർഡ്നെസ് ഫേൺ. ഇപ്പോൾ സ്വല്പം അതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ പോട്ട് ചെറുതായത് കാരണം കുറച്ചൊന്ന് ഞെരുങ്ങിപ്പോയി. പിന്നെ ഞാനത് വലിയ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ. പിന്നെ അതുകൂടാതെ എനിക്കിവിടെ കുറേ അഗ്ലോനീമാസ് ഉണ്ട്. കലാത്തിയ, അലോക്കേഷ്യ എല്ലാം ഇവിടെയാണ് ഞാൻ വയ്ക്കുന്നത്. നമ്മുടെ റെഡ് ഫിലോഡെൻഡ്രൻസ് ആണ്. അതിൽ പിങ്ക് ബർക്കിൻ. ഈ ബർക്കിൻ്റെ കളറ് ഇടയ്ക്ക് എനിക്ക് പിങ്കായിട്ട് ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ പലരും പറയുന്നത് ഈ പിങ്ക് ബർക്കിന് ആ പിങ്ക് ഷെയ്ഡ് വളരെ റെയറായിട്ടാണ് വരുന്നതെന്നാണ്. ഇത് അലോക്കേഷ്യ ഫ്രൈഡൊക്കെയാണ്. അതിനൊരു വെൽവെറ്റി ഫീലാണ് എൻ്റെ ലീഫിൻ്റെ എല്ലാം. ഇത് കുറച്ചുകൂടെ വലുതാവും എൻ്റെ ലീഫ്. കുറച്ചുകൂടെ ഒരു ഡാർക്ക്നെസ് ഈ ലീഫിന് വരുന്ന, ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു അലോക്കേഷ്യയാണ് ഈ ഫ്രൈഡക്ക്. ഇത് ആന്തൂറിയം ലക്ഷൂറിയൻ ആണ് ഈ പ്ലാന്റ്. ലീവ്സ് ആദ്യം വരുന്ന നല്ല പെയിൻറ്റ് അടിച്ച പോലെ, ഗ്രീൻ പെയിൻറ്റ് അടിച്ച പോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ആന്തൂറിയം ലക്ഷൂറിയൻ. ഇത് വെരിഗേറ്റഡ് ബേൾ മാക്സ് ആണ്. ഇതിൻ്റെ പച്ച ബേൾ മാക്സ് നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ കാണാറുണ്ട്. അതിൻ്റെ വെരിഗേറ്റഡ് ഫോമാണ്. ബാൽക്കണി ടെറസാണ് ഇത്. ഞാൻ കൂടുതലും ബൊഗൈൻ വില്ലാസിനാണ് യൂസ് ചെയ്യുന്നത്. ബൊഗൈൻ വില്ല ഉണ്ട്, നമുക്കിവിടെ ചെമ്പകം ഉണ്ട്, പിന്നെ ഞാൻ കുറച്ച് തെറ്റി, അങ്ങനത്തെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ബൊഗൈൻ വില്ലാസ് കൂടുതലും ഞാൻ പണ്ട് തൊട്ടേ കളക്ട് ചെയ്ത് വരുന്ന കുറേ ഹൈബ്രിഡ്സ് ഉണ്ട്. പിന്നെ ലോക്കലായിട്ട് ഞാൻ സോഴ്സ് ചെയ്ത് കുറച്ചുണ്ട്. പിന്നെ തായ് വെറൈറ്റീസ് ഞാൻ കളക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിങ്ങനെ അത് ആയി വരുന്നുണ്ട്. അത് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നല്ല ഫുൾ ഫ്ലെഡ്ജ്ഡ് കളക്ഷൻസ് എനിക്ക് വരുമ്പോൾ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളേഴ്സും, അതിൻ്റെ ആ വൈബ്രൻറ്റ് കളേഴ്സാണ് എനിക്ക് ബൊഗൈൻ വില്ലയോട് ഇത്ര
ഇഷ്ടം തോന്നുന്നത്. എല്ലാവർക്കും അത് കുറച്ച് പ്ലാൻസ് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബൊഗെയിൻവില്ല ഇത് ഇന്ത്യൻ ചിത്ര ബൊഗെയിൻവില്ലയാണ്. അതിൽ കളേഴ്സ് മാറി മാറി വരും. ആദ്യം പിങ്ക് വരും, പിന്നെ വൈറ്റ് പോലെ വരും, വൈറ്റും ലൈറ്റ് പിങ്ക് ആവും, ഇടയ്ക്കൊരു യെല്ലോ സ്ട്രീക്കും കൂടെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു ബൊഗെയിൻവില്ലയാണ്. പൂന വെറൈറ്റി മറ്റേ ലാവൻഡർ കളർ ബൊഗെയിൻവില്ലയാണ്. നിറയെ ഫ്ലവേഴ്സ് വരും ഇതിൻ്റെ അകത്ത്, ഇഷ്ടം പോലെയാണ്, കാട് പോലെ അങ്ങനെ വരും പൂക്കൾ. ഇപ്പോൾ പിന്നെ കുറച്ച് മഴയൊക്കെ പെയ്ത് കുറേ പൂക്കളെല്ലാം പോയിരിക്കുകയാണ്. ഇത് ഫയർ ഒപ്പാലാണ്. ഇത് തായ് വെറൈറ്റിയാണ്. ഇതിപ്പം മിക്കവാറും എല്ലാവരുടെയൊക്കെ കയ്യിലേക്കൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും കുറച്ചൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതൊക്കെ നിറയെ പൂക്കുന്ന ടൈപ്പാണ്. പിന്നെ മഴ വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഡിമ്മാവും, എന്നാലും പിന്നീട് മഴ കഴിഞ്ഞിട്ട് അത് പിക്കപ്പ് ചെയ്തോളും. നല്ല വെറൈറ്റി ബൊഗെയിൻവില്ലയാണ്. ഇത് മൊണാലിസ യെല്ലോ എന്ന് പറയുന്ന ബൊഗെയിൻവില്ലയാണ്. ഇപ്പോഴും നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു ബൊഗെയിൻവില്ലയാണ്. പിന്നെ നല്ല ബ്രൈറ്റ് മഞ്ഞയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് സ്വല്പം ഒന്ന് ഫെയ്ഡ് ആവും, എന്നാലും എപ്പോഴും നിറയെ പൂക്കളായിരിക്കും. ഇത് വേറൊരു പിങ്ക് വെറൈറ്റി ബൊഗെയിൻവില്ലയാണ്. എനിക്കതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ മൈസൂർ ആ ഭാഗത്ത് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് വന്നത്. നല്ല ശരിക്കും പൂക്കും, നല്ലൊരു സ്വീറ്റ് ഷെയ്ഡാണ് അതിൻ്റെ. ഇവിടെ ഏകദേശം ഒരു 50 വെറൈറ്റി ബൊഗെയിൻവില്ല നമുക്കുണ്ടാവും. ഞാൻ എണ്ണീട്ടില്ല, എന്നാലും ഒരു ഏകദേശം വെച്ചിട്ടാണ് പറയുന്നത്. ബൊഗെയിൻവില്ലയ്ക്ക് കൂടുതലും വെയിലാണ് വേണ്ടത്. പിന്നെ എല്ലാവരും പറയും വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട, എന്തായാലും എനിക്കത് വാടിക്കിടക്കുന്ന ഇഷ്ടമല്ല. അവിടെ ദിവസവും ഞാൻ വാട്ടർ ചെയ്യും. പിന്നെ ഓർഗാനിക് വളങ്ങളാണ് കൂടുതലും. നമുക്കിവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അപ്പം അതിൻ്റെ വെള്ളമാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങളും, പിന്നെ വളരെ അപൂർവമായിട്ട് ഞാൻ ഈ NPK പോലെയുള്ള വളങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ തന്നെ ഇതിന് നല്ല സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ബൊഗെയിൻവില്ലയ്ക്ക് പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചൊരു പരിചരണം അതിന് ആവശ്യമില്ല. ഞാനിപ്പം ഇത് കളക്ട് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടൊരു 10-20 വർഷമായി. പിന്നെ എനിക്ക് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് ബൊഗെയിൻവില്ലയുടെ വെറൈറ്റീസ് കുറച്ച് കുറവാണ് എന്ന് വേണം പറയാം. ഇതെൻ്റെ ചെമ്പകമാണ്. ഇത് ചെമ്പകം എനിക്കൊരു 5-6 വെറൈറ്റി നല്ല ചെമ്പകങ്ങളുണ്ട്. ഇതിന് കുറച്ച് സ്മെല്ലും ഉണ്ട്, നല്ല മണമാണ് ഈ ചെമ്പകത്തിന്. യെല്ലോയും അതിൻ്റെ ഒരു ബോർഡർ ഒരു പിങ്കിഷ് കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് ഈ ടെറസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ടെറസ് നമ്മൾ empty ആയിട്ട് ഇതുപോലത്തെ ചെമ്പകം പോലത്തെ ഉള്ള പ്ലാന്റ്സ് വളർത്തി കഴിഞ്ഞാൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സും ആയിരിക്കും. എപ്പോഴും ഈ സൺലൈറ്റ് വേണ്ടതുകൊണ്ട് ടെറസിൽ അത് നന്നായി നിൽക്കുകയും ചെയ്യും. പോട്ടിലാവുമ്പോൾ അത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യും നമ്മൾ തറയിൽ വെക്കുന്നതിനേക്കാളും. വെള്ള ചെമ്പകമാണ്, ഒരു വെള്ളയുടെ അറ്റത്ത് മഞ്ഞ വരുന്ന ഒരു ചെറിയ ടൈപ്പ് ഫ്ലവറാണ് എൻ്റെ അകത്ത്. അതിന് എപ്പോഴും പൂവുണ്ടാവും. ചട്ടിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പൂക്കുന്നത്. ഇത് ഒരു ചെറിയ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്, ഒരു സ്വീറ്റ് പിങ്ക് ആണ് ഇതിൻ്റെ. ലൈറ്റ് പിങ്ക് വന്നിട്ട് ബോർഡർ വന്നിട്ട് ഒരു ചെറിയൊരു ഡാർക്ക് പിങ്ക് ആയിട്ട് വരും. പിന്നെ ഈ ചെമ്പകപ്പൂക്കൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഡെക്കറേഷൻ പേർപ്പസിന് വരെ യൂസ് ചെയ്യാം. പലരും ചെമ്പകങ്ങൾ വീടിൻ്റെ മുറ്റത്തൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സ്ഥലപരിമിതി കാരണം പലരും ഇതെല്ലാം ചട്ടിയിലോട്ട് മാറ്റുകയാണ്. ചട്ടിയിൽ ഒരു ബോൺസായി പോലെ നല്ല ഫ്ലവറിങ് ആയിട്ട് ഇത് നിൽക്കും. ലീനിയത്തിൻ്റെയും കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അത് നമ്മുടെ മാക്രമേ പോട്ട് ഹാങ്ങേഴ്സാണ്. ഇതും ഹസ്ബൻഡിൻ്റെ കലാവിരുതി തന്നെയാണ്. വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് മെനക്കെട്ടിരുന്ന് ദിവസങ്ങളോളം ഇരുന്നാണ് ഇതേപോലത്തെ മാക്രമേ ഹാങ്ങേഴ്സൊക്കെ ചെയ്യുന്നത്. ഇത് നൈലോൺ പോട്ട് ഹാങ്ങേഴ്സാണ്. മറ്റേ മാക്രമേ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അഴുക്കൊക്കെ പറ്റിയാലും വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കഴുകി എടുക്കാം. ചെടികളോടുള്ള ഇഷ്ടം കാരണം ഞാൻ 1-2 പ്ലാന്റ്സ് ഞാൻ വീടിനകത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ എപ്പിപ്രിന വെറൈറ്റിയുടെ ഒരു പ്ലാന്റാണ്. ഇത് ഇൻഡോറിൽ അത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് അത് കുറച്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോഴ്സിൽ ഇരിക്കുന്നതിനേക്കാളും ഈ പ്ലാന്റ് നന്നായിട്ട്, ചില പ്ലാന്റ്സ് നമ്മൾ ഇൻഡോർ വെക്കുമ്പോൾ ഒരു വാടലൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിപ്പം നന്നായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ പുതിയ ലീവ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു പ്ലാന്റാണ് ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ട്. വലിയ ചൈന ഡോൾ പ്ലാന്റ് നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഡ്രോയിങ് റൂമിൽ വെച്ചിരിക്കുന്ന ചൈന ഡോൾ പ്ലാന്റാണ്. ഇത് നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നല്ല ഒരു ആംബിയൻസ് ഇൻഡോറിൽ സെറ്റ് ചെയ്യുമ്പം. എന്നാൽ അത് അത്ര മറ്റ് റെയർ പ്ലാന്റ്സിനെ പോലെ എക്സ്പെൻസീവും അല്ല. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പിന്നെ കുട്ടികളെ നോക്കണ പോലെ നമ്മൾ കെയർ ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും എനിക്കിതൊരു അതിൻ്റെ വെള്ളം ഒഴിയെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പാഞ്ഞ് നടന്ന 3 സൈഡും വെള്ളം ഒഴിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ച് വളമിട്ട് അതിനെ ഓരോ പ്ലാന്റ്സും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡിസീസ് വന്നാലൊന്നും നമ്മൾ അറിയില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിയാലും നമ്മൾ നല്ല കെയർ ചെയ്താൽ മാത്രമേ
ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കത്തുള്ളൂ. ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ ഇത്രയും വലുതായിട്ട് നമ്മുടെ കയ്യിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വളർത്തി അതൊരു നല്ല ഭംഗിയായി അതിൻ്റെ ആ ബ്യൂട്ടി കണ്ടിട്ടേ ഞാനിത് കട്ട് ചെയ്യാറുള്ളൂ. എനിക്ക് കിട്ടുന്ന ഒരു ചെറിയ 2 ലീവ്സും ചെറിയ പ്ലാന്റ്സ് ആണ്, പക്ഷേ അത് വളർന്ന് വലുതായി അതിൻ്റെ ഫുൾ മെച്യൂരിറ്റിയിൽ എത്തിയാൽ ഈ ഫിലോഡെൻഡ്രൻസ് പോലത്തെ ഉള്ള പ്ലാന്റ്സിൻ്റെ ഭംഗി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനുശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നത്. യൂഷ്വലി എല്ലാവരും ഈ ഒരു നോഡ് വരുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്യുമ്പം ഈ ഫിലോഡെൻഡ്രൻ്റെ റിയൽ ബ്യൂട്ടി എന്താണെന്ന് അവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊന്ന് വലുതായി നല്ല ഹെൽത്തി ആയതിന് ശേഷം മാത്രമേ ഈ പ്ലാന്റ്സ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് ആ പ്ലാന്റ് എങ്ങനെയാണ് ആക്ച്വലി വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ചെറുതിലേ തൊട്ടേ എനിക്ക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും ഞാനും എൻ്റെ ചേച്ചിയാണ് ഇതിൽ മെയിനായിട്ടും. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നതും വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ പിന്നെ എനിക്ക് ആ പ്ലാന്റ്സിലുള്ള ഇൻട്രസ്റ്റ് കുറച്ച് നഷ്ടപ്പെട്ടു. പിന്നീട് വീണ്ടും ഞാൻ കളക്ട് ചെയ്ത് വന്നതാണ്. ഓഫീസ് ജീവിതത്തിനിടയിൽ എനിക്ക് ഭയങ്കര ഒരു റിലീഫാണ് ഈ പ്ലാന്റ്സ് വളർത്തുന്നതും ഈ പൂക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. നമ്മുടെ ആ ഒരു ടെൻഷനും ഇതുമൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇതിനെല്ലാം പരിചരണം എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള തന്നെയാണ്. ഒരു 2-3 മണിക്കൂർ വെള്ളമൊഴിച്ചാലേ എനിക്ക് ഈ പ്ലാന്റ്സിന് വെള്ളമൊഴിച്ച് തീരത്തുള്ളൂ. കാരണം എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലും എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെയായാലും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നമുക്ക് വേറൊന്ന് തന്നെയാണ്. നമ്മുടെ വീട് തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുരയിലാണ്. പൂജപ്പുര എന്ന് പറഞ്ഞാൽ തമലം എന്ന് പറയും ഈ സ്ഥലം എക്സാക്റ്റായിട്ട്. പ്രിയപ്പെട്ട നടനായ മോഹൻലാൽ സാറിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ടൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് റിസർവ് ബാങ്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതാ ഇവിടുത്തെ ലാൻഡ് മാർക്ക്. റിസർവ് ബാങ്ക് ക്വാർട്ടേഴ്സിന് അടുത്തായിട്ടാണ് നമ്മുടെ വീട്. സൗത്ത് റോഡ് ലൈൻ എന്നാണ് വീടിൻ്റെ ആ ലൈനിൻ്റെ പേര്. പിന്നെ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുള്ളവർ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും. പിന്നെ ഇപ്പം ഓൺലൈൻ സെയിലൊന്നും നമുക്കില്ല. നമ്മൾ അടുത്ത ആളുകളൊക്കെയാണ് വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ.